ഇന്ന് ഞായറാഴ്ച 4ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ പുറത്താണ് ട്ടോ. ഇവിടെ ന്യൂജേഴ്സി മുസ്ലിം മലയാളികൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു വലിയൊരു ഇഫ്താർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും അവിടെ എന്തൊക്കെയാണ് ഫുഡ് എന്നൊക്കെ ഉള്ളത് നോക്കാം. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഞങ്ങൾ പോയിട്ടുണ്ടായി, അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അപ്പോൾ നമുക്ക് പോകാം അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു 5:30 കഴിയും വാങ്ങി കൊടുക്കാനായിട്ട്. മൊത്തത്തിലൊരു മൂഡ് പോലെ അല്ലേ, ഇങ്ങനെ ഒരു മഴക്കാറ് പോലെ ഇരിപ്പുണ്ട്. പോകാം നമുക്ക്. ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറിലും മീതെ ഉണ്ടെന്ന് തോന്നണേ യാത്ര. അവരൊക്കെ വണ്ടി കയറി, ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കണേരുന്നു. കഴിഞ്ഞ വർഷത്തെ നോമ്പുതുറ ഫംഗ്ഷൻ ഉണ്ടായിരുന്ന അതേ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്ടോ ഇത്തവണയും നോമ്പുതുറ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് റോഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഓഡിറ്റോറിയത്തിലെത്താം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ നോമ്പുതുറ വിശേഷങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര പിശുക്കന്മാരാണെന്ന് തോന്നുന്നു. വീഡിയോ കണ്ടിട്ട് പോകും, ലൈക്ക് കൊടുക്കില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അതേ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണാനാണ് ഓഡിറ്റോറിയം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കഴിഞ്ഞ വർഷം കണ്ടതായിട്ട്? അപ്പോൾ നമ്മളിതേ അവിടെ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. വണ്ടികളൊക്കെ ഫുള്ളായിരുന്നു. ഇനിയുണ്ട് കേട്ടോ സമയം, ഏകദേശം ഒരു അരമണിക്കൂറിലും മീതെ ഉണ്ട് നോമ്പ് തുറക്കാനായിട്ട്. അങ്ങനെ നമ്മൾക്ക് ഇനി അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാം. നമ്മളവിടെ ചെന്നപ്പോഴത്തേനും എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കേട്ടോ. അതായത് ടേബിളിൽ ഇങ്ങനെ ഫുഡൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു തിരക്കിലാണ്. നോമ്പ് തുറക്കണതിന് മുമ്പ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണമല്ലോ. ഓരോ ഭാഗത്തായിട്ട് ഓരോരുത്തരായിട്ട് നല്ല തിരക്കിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേര് വന്നിട്ടും ഉണ്ട് കേട്ടോ. വന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇനിയുണ്ട് വരാൻ, സമയമുണ്ടല്ലോ ഇനിയും. അപ്പോൾ നമുക്കിനി ഓരോ ഭാഗത്തായിട്ട് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതേ നോക്കിക്കേണ്ട ഇതൊക്കെ ജ്യൂസാണ്. 1-2 ടൈപ്പ് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ തരി കാച്ചിയത് ഉണ്ടായിരുന്നു. പിന്നെ ഡെക്കറേഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊക്കെ ചെയ്യാനായിട്ട് എല്ലാവരും നേരത്തെ തന്നെ വന്ന് ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ പലഹാരങ്ങളൊക്കെ ഒരുവിധപ്പെട്ടതെല്ലാം ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുവരേണ്ട ചെയ്തിട്ടുണ്ടായിരുന്നത്. സമൂസ, പഴംപൊരി, ഏലാഞ്ചി, പിന്നെ അതുപോലെ തന്നെ തരി കാച്ചിയത്, ചായ, പിന്നെ കബാബ്, ഇതൊക്കെയായിരുന്നു പലഹാരങ്ങളിൽ പെട്ടത്. പിന്നെ ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്നും വീഡിയോയിലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആകെ ഒരു തിരക്കായിരുന്നല്ലോ. ഗൈസ് എല്ലാവരും ഭയങ്കര തിരക്കിലാണ്ട വർത്താനം പറയാനായിട്ട്. ഫുഡ് വിളമ്പല്, വർത്താനം പറയല്, നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചേക്കാം ടേബിളൊക്കെ. അപ്പോൾ ഇതാണ്ടോ ഫ്രൂട്ട്സുകളൊക്കെ അറേഞ്ച് ചെയ്തേക്കണത്. മുന്തിരി, ആപ്പിള്, സിട്രസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അങ്ങനെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും നിസ്കരിക്കുന്ന തിരക്കിലാണ്. ആണുങ്ങൾ അപ്പുറത്തെ താഴെയായിട്ടാണ് കേട്ടോ, ഞങ്ങൾ പെണ്ണുങ്ങൾ ഇവിടെ. ഗെയ്സ് നമ്മളങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. വീണ്ടും ഫുഡടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊന്നും ഫുൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ കഴിക്കട്ടെ. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ട് മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കണത്. അപ്പോൾ ഒരുപാട് മെയിൻ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാനതേ കണ്ടില്ലേ, ഇത് മന്തിയുടെ സെക്ഷനാണ്. മന്തി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബിരിയാണി, പൊറോട്ട, അപ്പം, ബീഫ് കറി, ബട്ടർ ചിക്കൻ, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നത്. എന്തോരം വിഭവങ്ങളായിരുന്നു. ബഫേ ഫുഡായിരുന്നു. നമുക്ക് കഴിക്കാനുള്ളൊരു വയറില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോമ്പൊക്കെ പിടിച്ചുകൊണ്ടേ നമുക്ക് അങ്ങോട്ട് ഒരു കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മധുരമായിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഗുലാം ജാം ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് പിസ്സ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഇതൊക്കെയായിരുന്നു ഐറ്റംസുകൾ. അങ്ങനെ എല്ലാവരും ഇതേ ഫുഡ് എടുക്കാനുള്ളൊരു തിരക്കിലാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 100-200 പേരോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂജേഴ്സിയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. എന്തോരം മുസ്ലിംസ് മലയാളികളാണെന്ന് അറിഞ്ഞോ ഈ ഒരു ന്യൂജേഴ്സിയിലുള്ളത്. ശരിക്കും ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മയിൽ വരുമ്പോഴാണ് കേട്ടോ നമ്മളറിയാം ഇത്രയും ആളുകൾ നമ്മുടെ ഒരു ചുറ്റുവട്ടത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കണത്.
അപ്പോൾ എന്തായാലും അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മളും കുറച്ചൊക്കെ എടുത്തായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. മന്തിയൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ അതെല്ലാം കഴിച്ചു. അതിന് ശേഷം മധുരത്തിന് വേണ്ടി നമ്മളിതേ ഗുലാം ജാമും ഐസ്ക്രീമും എടുത്തായിരുന്നു. ഐസ്ക്രീമൊന്നും തിന്നാനേ പറ്റണില്ലെന്നേ, കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. പക്ഷെ അതൊക്കെ കഴിക്കാൻ പറ്റണ്ടേ, നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒറ്റയടിക്ക് എങ്ങനെയാണ് കഴിക്കാം. പലഹാരങ്ങളൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയറൊക്കെ ഫുള്ളായി. പലഹാരങ്ങളും അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കിയത് കൊണ്ടിട്ടേ നമുക്ക് നല്ല ടേസ്റ്റായിരുന്നു ഒക്കെ കഴിക്കാനൊക്കെ. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ കൂടെ വിശേഷങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ എന്തായാലും തിരിച്ചു പോരാന്ന് വിചാരിച്ച് അവിടെ ഇവിടെയൊക്കെ ഫോട്ടോസ് എടുക്കണ ഒരു തിരക്കാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞങ്ങളങ്ങനെ തിരിച്ച് പോവുകയാണ്. എന്തായാലും ഇന്നത്തെ നോമ്പുതുറ പരിപാടി അടിപൊളിയായിരുന്നു. നമ്മളെപ്പോലുള്ള അമേരിക്കൻ മലയാളികൾക്ക് ഇതൊക്കെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഇങ്ങനെ ഒത്തുകൂടുക, വർത്തമാനങ്ങൾ പറയുക, വിശേഷങ്ങളൊക്കെ പറയുക, ഫുഡ് കഴിക്കുക, അതൊക്കെ തന്നെയാണല്ലോ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾ പെരുന്നാളിനാണ് കേട്ടോ എല്ലാവരും കൂടി ഒത്തുകൂടണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അമേരിക്കയിലെ നോമ്പിൻ്റെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.